ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ മറ്റൊരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ഗിവിംഗ് ട്രീ എന്നുള്ള പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസുമാണ്. അപ്പോൾ നമുക്ക് ഇതൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഈ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കാം. ഹിയർ ഈസ് എ പിക്ചർ സ്റ്റോറി അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബോയ് ആൻഡ് എ ട്രീ. എന്താണ് ഇവിടെ ഒരു പിക്ചർ സ്റ്റോറിയാണുള്ളത്. പിക്ചർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ പിക്ചർ തന്നിട്ട് അതിന് താഴെ നമുക്ക് സ്റ്റോറി ആയിട്ടും തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പിക്ചർ സ്റ്റോറി അഥവാ ചിത്രകഥ എന്ന് പറയുന്നത്. ഇത് എന്തിനെ കുറിച്ചിട്ടാണ്? അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ബോയ് ആൻഡ് എ ട്രീ. ഒരു മരവും ഒരു കുട്ടിയും തമ്മിലുള്ള, ഒരു ആൺകുട്ടിയും ഒരു ബോയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു കഥയാണ്. റീഡ് ആൻഡ് അപ്രീഷിയേറ്റ് ദ സ്റ്റോറി. എന്താണ്, നമുക്കിതൊന്ന് വായിക്കാം. അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാം, നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമുക്ക് വായിക്കാം. ദ ഗിവിംഗ് ട്രീ. ഗിവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കുക അല്ലേ? അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രീയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ പിക്ചറിൽ എന്താ കൂട്ടുകാരെ കാണുന്നത്? ഒരു ട്രീയും ഒരു ബോയുമാണല്ലേ. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഒന്നാമത്തേത്. വൺസ് ദർ വാസ് എ ട്രീ. എന്താണ്? പണ്ടൊരിക്കൽ ഒരു മരമുണ്ടായിരുന്നു. ദർ വാസ് എ ലിറ്റിൽ ബോയ് ടു. അതേപോലെ തന്നെ ഒരു ലിറ്റിൽ ബോയും ഉണ്ടായിരുന്നു. എവ്രി ഡേ ദ ബോയ് വുഡ് കം ടു ദ ട്രീ. എല്ലാ ദിവസവും ആ ബോയ് ഈ മരത്തിൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. ദ ട്രീ വാസ് ഹിസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ആ ട്രീ ആണ് ആ ഒരു ബോയുടെ ഇൻറ്റിമേറ്റ്, വളരെ അടുത്ത ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ട്രീ ആണ്. ഇനി രണ്ടാമത്തേത് എന്താണ്? അതിൻ്റെ ഇലകളൊക്കെ വെച്ചുകൊണ്ടുള്ളതാണ് അല്ലേ. നമുക്ക് നോക്കാം. ഹി വുഡ് ഗ്യാദർ ഹെർ ലീവ്സ് ആൻഡ് മേക്ക് ദം ഇൻ ടു ക്രൗൺസ് ആൻഡ് പ്ലേ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. എന്താണ്? അപ്പോൾ ഈ ട്രീയുടെ ലീവ്സ്, അതിൻ്റെ ഇലകളൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒരു ക്രൗൺസ് ഉണ്ടാക്കിയിട്ട് കളിക്കാറുണ്ടായിരുന്നു അവർ തമ്മിൽ. കിങ് ഓഫ് ദ ഫോറസ്റ്റ് എന്നാണ് അവൻ പറയാറ്. ഇനി അടുത്തത് മൂന്നാമത്തത് എന്താണ്? അതിൻ്റെ കൊമ്പ് പിടിച്ചിട്ട് അവൻ ഊഞ്ഞാലാണ് അല്ലേ. ഹി വുഡ് ക്ലൈംബ് അപ്പ് ഹെർ ട്രങ്ക്. അതിൻ്റെ ആ ഒരു മരത്തിൻ്റെ കൊമ്പിലേക്ക്, ചില്ലയിലേക്കൊക്കെ കയറാറുണ്ട്. സ്വിങ് ഫ്രം ഹെർ ബ്രാഞ്ചസ്. എന്നിട്ട് അതിൻ്റെ കൊമ്പൊക്കെ പിടിച്ചിട്ട് ഇതേപോലെ സ്വിങ് ചെയ്യും, ഊഞ്ഞാലാടും. പ്ലഗ് ഹെർ ഫ്രൂട്ട്സ് ആൻഡ് ഈറ്റ് ദം. അതേപോലെ തന്നെ അതിലെ ഫ്രൂട്ട്സൊക്കെ പറിച്ചെടുത്തിട്ട് അതൊക്കെ കഴിക്കാറുണ്ട്. നാലാമത്തെ എന്താണ്? അവൻ അതിൻ്റെ താഴെ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. ദേ വുഡ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. അവരെന്താണ് ഒരുമിച്ചിട്ട് ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കാറുണ്ട്. വെൻ ഹി വാസ് ടയേർഡ് ഹി വുഡ് സ്ലീപ്പ് ഇൻ ഹെർ ഷെയ്ഡ്. അങ്ങനെ അവനക്ക് വളരെ ക്ഷീണമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ, ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവനക്ക് ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ അവന് അതിൻ്റെ ആ ഒരു തണലത്ത് നോക്കി ഇങ്ങനെ കിടക്കും. എന്താണ്? അപ്പോൾ ആ തണലത്ത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവനക്കൊരു ആശ്വാസമൊക്കെ കിട്ടും. അതേപോലെ അവനിങ്ങനെ കിടക്കും. ഇനി നാലാമത്തത് നോക്കൂ. ദ ബോയ് ലവ്ഡ് ദ ട്രീ വെരി മച്ച്. ദ ട്രീ വാസ് വെരി ഹാപ്പി. ആ കുട്ടിക്ക് ഈ ട്രീ വളരെയധികം ഇഷ്ടമായിരുന്നു. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. ടൈം വെൻ ബൈ. എന്താണ്? അങ്ങനെ സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ദ ബോയ് ഗ്രൂ അപ്പ്. ആ ബോയ് എന്താണ്? വളർന്നു. ദ ട്രീ വാസ് ഓഫൻ അലോൺ. അപ്പം എന്താ സംഭവിച്ചത്? ആ ട്രീ ഒറ്റക്കാവുകയാണ് ചെയ്തത്. കാരണം ചെറുതാവുമ്പോൾ എപ്പോഴെപ്പോഴും വന്നിരുന്നു, വലുതാവുമ്പോൾ വരാറില്ല. അങ്ങനെ ട്രീ തനിച്ചാവുകയാണ് ചെയ്യുന്നത്. വൺ ഡേ ഹി കെയിം ബാക്ക് ടു ദ ട്രീ. കം ഡിയർ, climb up my trunk and swing from my branches, eat my fruits and play in my shade, the tree told him. അങ്ങനെ ഒരു ദിവസം അവൻ വന്നു. എന്നിട്ട് അപ്പോൾ അവൻ്റെ അടുത്ത് പറയാണ്, ട്രീ പറയാണ്, നീ എൻ്റെ മുകളിൽ കയറി, എന്നിട്ട് എൻ്റെ കൊമ്പൊക്കെ പിടിച്ചിട്ട് നീ ഊഞ്ഞാലാടി, എൻ്റെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക, എൻ്റെ ഷെയ്ഡിലൊക്കെ കളിക്കുക എന്നൊക്കെ ട്രീ പറയാണ്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഐ എം ടു ബിഗ് ടു ക്ലൈംബ് ആൻഡ് പ്ലേ. എന്താണ്? എനിക്കിപ്പോൾ ഞാൻ വലുതായി, എനിക്കിപ്പോൾ കയറാനും കളിക്കാനൊന്നും പറ്റില്ല. ഐ വാണ്ട് ടു ബൈ തിങ്സ് ആൻഡ് ഹാവ് ഫൺ. എന്താണ്? എനിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ക്യാൻ യു ഗിവ് മീ സം മണി? നീ എനിക്ക് കുറച്ച് പൈസ തരുമോ എന്ന് ചോദിക്കുകയാണ്. ദ ബോയ് ആസ്ക്ഡ്. ആ ബോയ് ആ ട്രീയുടെ അടുത്ത് ചോദിക്കുകയാണ് ഇതൊക്കെ. അപ്പം എന്താ സംഭവിക്കുന്നത്? ഐ എം സോറി ഐ ഹാവ് നോ മണി. എന്താ പറയുന്നത്? ആ സോറി പറയാണ് ട്രീ. എന്നിട്ട് പറയാണ്, എൻ്റെ അടുത്ത് മണിയൊന്നുമില്ല. ഐ ഹാവ് ഓൺലി ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എൻ്റെ അടുത്ത് ഇലകളും പഴങ്ങളും മാത്രമേ ഉള്ളൂ. ടേക്ക് മൈ ഫ്രൂട്ട്സ് ആൻഡ് സെൽ ദം ഇൻ ദ സിറ്റി. എന്താ പറയുന്നത്? നീ എൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് സിറ്റിയിൽ കൊണ്ടുപോയി വിറ്റോ എന്നാണ് പറയുന്നത്. സെഡ് ദ ട്രീ. ട്രീ പറയാണ്. ഹി ക്ലൈംഡ് അപ്പ്, ഗ്യാതേർഡ് ഹെർ ഫ്രൂട്ട്സ് ആൻഡ് ക്യാരീഡ് ദം എവേ. അങ്ങനെ എന്ത് ചെയ്തു? അവൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഒരുമിച്ച് കൂടി
കൂട്ടിയിട്ട് അതുമായിട്ട് പോയി. ദ ട്രീ വാസ് ഹാപ്പി. അങ്ങനെ ട്രീ വളരെയധികം സന്തോഷത്തിലായി. One day the boy who had now become a man returned and the tree shook her leaves with joy. എന്നാണ് അങ്ങനെ ഒരു ദിവസം പിന്നെയും കുറച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ആ ബോയ് വന്നു. അപ്പോൾ ബോയ് ആരായിരുന്നു? ഒരു മാൻ, ഒരു പുരുഷനെ പോലെ വലിയ ഒരാളായിരുന്നു. അങ്ങനെ ട്രീ അത് കണ്ടപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇലകളൊക്കെ ഇങ്ങനെ ഇട്ട് ആട്ടി. കം ആൻഡ് പ്ലേ വിത്ത് മീ ക്രൈഡ് ദ ട്രീ. അപ്പോൾ ട്രീ പറയാണ്, നീ വായോ നമുക്ക് രണ്ടുപേർക്കും കളിക്കാമെന്ന് പറയാണ്. I don't have time to play. I have to work for my family. We need a house for shelter. Can you help me? അപ്പോൾ ആ മാന് പറയാണ്, എനിക്ക് നീയുമായിട്ട് കളിക്കാനൊന്നും ഇപ്പോൾ സമയമില്ല. ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ഫാമിലി. എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എനിക്ക് വർക്ക് ചെയ്യണം. അതിനു വേണ്ടി ഞങ്ങൾക്കൊരു വീട് വേണം, ഒരു ഷെൽറ്ററിന് വേണ്ടിയിട്ട് ഒരു വീട് ഉണ്ടാക്കണം. നീ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഐ ഹാവ് നോ ഹൗസ് ടു ഗീവ് യു. എന്താണ്, എനിക്ക് നിനക്ക് വീടൊന്നും തരാനൊന്നും എനിക്ക് പറ്റില്ല. ദ ഫോറസ്റ്റ് ഈസ് മൈ ഹൗസ്. ഫോറസ്റ്റാണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. യു മേ കട്ട് ഓഫ് മൈ ബ്രാഞ്ചസ് ആൻഡ് ബിൽഡ് എ ഹൗസ് സെഡ് ദ ട്രീ. അപ്പോൾ ട്രീ പറയാണ്, നീ എൻ്റെ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നീ ഒരു ഹൗസ് ഉണ്ടാക്കിക്കോ എന്ന് പറയാണ്. ഹി കട്ട് ഓഫ് ദ ബ്രാഞ്ചസ് ആൻഡ് ക്യാരിഡ് ദം എവേ. ദ ട്രീ വാസ് ഹാപ്പി ടു ഹെൽപ്പ് ഹിം. എന്താണ്, അങ്ങനെ അവൻ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് അതുമായിട്ട് പോയി. അപ്പോഴും ട്രീക്ക് അവനെ ഹെൽപ്പ് ചെയ്തത് ആലോചിച്ചിട്ട് വളരെയധികം സന്തോഷം തോന്നി. നെക്സ്റ്റ് നോക്കൂ. എഗെയിൻ ഹി സ്റ്റേഡ് എവേ ഫോർ എ ലോങ് ടൈം. അങ്ങനെ വീണ്ടും അവന് ഒരുപാട് കാലം എവിടെയോ ആയിരുന്നു. വെൻ ഹി കെയിം ബാക്ക് ദ ട്രീ വാസ് സോ ഹാപ്പി ഷീ കുഡ് ഹാർഡ്ലി സ്പീക്ക്. കം ആൻഡ് പ്ലേ വിത്ത് മീ ദ ട്രീ വിസ്പേർഡ്. അപ്പോൾ എന്താണ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അവന് വന്നു. അപ്പോഴും ട്രീക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്നിട്ട് അത് വളരെ സന്തോഷത്തോടു കൂടി ഉറക്കെ പറഞ്ഞു, നീ വായോ നമുക്ക് ഒരുമിച്ച് കളിക്കാമെന്ന് പറഞ്ഞു. ഐ എം ടു ഓൾഡ് ടു പ്ലേ. ഐ വാണ്ട് എ ബോട്ട് ദാറ്റ് വിൽ ടേക്ക് മീ ഫാർ എവേ ഫ്രം ഹിയർ. എന്താണ്, അപ്പോൾ അയാൾ പറയാണ്, ഞാനിപ്പോൾ എല്ലാം ഓൾഡ് ആയിക്കണേ, എനിക്ക് വയസ്സായിക്കണേ, എനിക്കിപ്പോൾ ഒരു ബോട്ടാണ് വേണ്ടത്, എന്നാലും എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോവാം. ക്യാൻ യു ഗിവ് മീ എ ബോട്ട്? ദ മാൻ ആസ്ക്ഡ്. നിനക്കൊരു ബോട്ട് എനിക്ക് തരാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. യൂസ് മൈ ട്രങ്ക് ടു ബിൽഡ് യുവർ ബോട്ട്. യു ക്യാൻ സെയിൽ ഫാർ എവേ ആൻഡ് ബി ഹാപ്പി സെഡ് ദ ട്രീ. ട്രീ പറയാണ്, നീ എൻ്റെ ഈ ഒരു ട്രങ്ക്, ഈ ഒരു മരത്തടി നീ ഉപയോഗിച്ചോ, എന്നിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കിക്കോ, എന്നിട്ട് നീ എവിടെയാണോ നിനക്ക് സന്തോഷമുള്ളത് അങ്ങോട്ടൊക്കെ പൊയ്ക്കോളൂ എന്ന് പറയാണ്. So the man cut down the trunk of the tree to make a boat for him. He went sailing and never showed up for a long time. അങ്ങനെ എന്ത് ചെയ്തു, അയാൾ ആ ട്രങ്കൊക്കെ വെട്ടിയിട്ട് ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അയാൾ ആ ഒരു ബോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഒരുപാട് കാലത്തേക്ക് പിന്നെയും അദ്ദേഹം വന്നില്ല. ആഫ്റ്റർ എ ലോങ് ടൈം ഹി കെയിം ബാക്ക് അഗെയിൻ. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം വരികയാണ്. ഐ എം സോറി, ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ടു ഗീവ് യു. മൈ ഫ്രൂട്ട്സ് ആർ ഗോൺ. ദ ട്രീ സെഡ് സാഡ്ലി. അപ്പോൾ വീണ്ടും വന്നപ്പോൾ ട്രീ വളരെയധികം വിഷമത്തോടു കൂടി പറയാണ്, എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും തരാനില്ല, എൻ്റെ ഫ്രൂട്ട്സും എല്ലാം പോയി എന്ന് പറയാണ്. ഇറ്റ്സ് ഓക്കെ, മൈ ടീത്ത് ആർ ഓൾസോ വെരി വീക്ക് സെഡ് ദ മാൻ. അപ്പം മാന് പറയാണ്, ഓക്കെ നോ പ്രോബ്ലം, എൻ്റെ ടീത്തും ആകെ പോയിക്കണേ, ഒക്കെ വീക്ക് അയക്കണേ എന്ന് പറയാണ്. There is no more trunk for you to climb on, the tree said. I am too old to climb, the man replied. അപ്പോൾ ആ ട്രീ പറയാണ്, നിനക്ക് എൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ട്രങ്കും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ മാൻ എന്താ പറയുന്നത്, എനിക്കിപ്പോൾ ഈ വയസ്സാം കാലത്ത് കയറാനും എനിക്കും പ്രായമായി എനിക്കും കയറാൻ പറ്റില്ല എന്ന് പറയാണ്. ഐ എം സോറി, ഐ വിഷ് ഐ കുഡ് ഗീവ് യു സംതിങ് ബട്ട് ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ്. ഐ എം ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റംപ്. ദ ട്രീ വാസ് വെരി സാഡ്. അപ്പോൾ ട്രീ വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ട് പറയാണ്, സോറി, എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും തരാനില്ല, ഇനി എനിക്ക് ഈ ഒരു സ്റ്റമ്പ്, ഈ ഒരു കഷ്ണം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ എന്ന് പറയാണ്. ഐ ഓൺലി നീഡ് എ ക്വറ്റ് പ്ലേസ് ടു സിറ്റ് ആൻഡ് ടേക്ക് സം റെസ്റ്റ്. ഐ എം വെരി ടയേർഡ് സെഡ് ദ മാൻ. അപ്പം മാൻ പറയാണ്, എനിക്കിപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം മാത്രമേ എനിക്ക് വേണ്ടുള്ളൂ, ഞാൻ വളരെയധികം ടയേർഡാണ്, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയാണ്. Please come sit down and take rest. The man sat down. The tree was happy and smiled again. അങ്ങനെ അദ്ദേഹം അതിൻ്റെ ആ ഒരു സ്റ്റെമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഇരുന്നോ, എന്നിട്ട് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് വീണ്ടും ട്രീക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. ആ സന്തോഷം കൊണ്ട് ഒരു ചെറിയ പുഞ്ചിരി കൂടി അത് പുറപ്പെടുവിക്കുകയാണ്. നെവർ ഫോർഗെറ്റ് ദോസ് ഹൂ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടേഴ്സ്. നമ്മൾ ഒരിക്കലും നമ്മൾ ആരൊക്കെയാണ് സഹായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവരെ ഒരിക്കലും നമ്മൾ മറക്കരുത് എന്നാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് എബൌട്ട് ദ ഓഥർ ഷെൽഡൻ അലൻ സിൽവർസ്റ്റെയിൻ.
1930 to 1999, was an American writer, poet, cartoonist, singer, songwriter, musician and playwright. എന്താണ് ഇദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്, പോയറ്റാണ്, കാർട്ടൂണിസ്റ്റാണ്, സിംഗറാണ്, സോങ് റൈറ്ററാണ്, മ്യൂസിഷ്യനാണ് ആൻഡ് പ്ലേ റൈറ്റർ. ഹി റോട്ട് അണ്ടർ ദ പെൻ നെയിം അങ്കിൾ ഷെൽപ്പി. എന്താണ് അദ്ദേഹം അങ്കിൾ ഷെൽപ്പി എന്നുള്ള തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. പെൻ നെയിം എന്ന് പറഞ്ഞാൽ തൂലികാനാമം എന്നതാണ് മലയാളത്തിൽ. ഓക്കെ, ഇനി നമുക്ക് നേരെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ഹൗ ദ ടൈറ്റിൽ ദ ഗിവൺ ട്രീ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റോറി. ഈ ഗിവൺ ട്രീ എന്നുള്ള ഈ ടൈറ്റിൽ ഈ സ്റ്റോറിക്ക് എത്രത്തോളം സ്യൂട്ടബിൾ ആണെന്നാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എത്രത്തോളം സ്യൂട്ടബിൾ ആണെന്നാണ് നമ്മളവിടെ ആൻസർ എഴുതേണ്ടത്. ദ ഗിവൺ ട്രീ ഈസ് എ വെരി സ്യൂട്ടബിൾ ഫോർ ദിസ് സ്റ്റോറി ബിക്കോസ് ദ ട്രീ ഗീവ്സ് എവറിത്തിങ് ടു ദ ബോയ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ബാക്ക്. It shows love and kindness by providing fruits, shade and support. It's a beautiful story about love and friendship. എന്താണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ സ്യൂട്ടബിൾ ആയിട്ട്, ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് വളരെ സ്യൂട്ടബിൾ ആണ് ഈ സ്റ്റോറിക്ക്. കാരണം എന്ന് പറയുന്നത് ഈ ട്രീ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ, ഒന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിലൂടെ അതിൻ്റെ സ്നേഹവും കൈൻഡ്നെസ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് ഫ്രൂട്ട്സ്, ഷൈഡ്സ്, സപ്പോർട്ട് എല്ലാം അതിന് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ലവ്, ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്ട്രീം ലെവൽ നമുക്ക് ഇതിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ദ ട്രീ ഇൻവൈറ്റഡ് ദ മാൻ ടു സിറ്റ് ഡൗൺ ആൻഡ് ടേക്ക് റെസ്റ്റ് ഓൺ ഇറ്റ്സ് സ്റ്റംപ്. ദ മാൻ ഡിഡ് സോ ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് ദ ട്രീ. വാട്ട് വുഡ് ബി ഹിസ് തോട്ട്സ്. എന്താണ് അപ്പം നമ്മുടെ മരം പറഞ്ഞു, നീ ഇവിടെ എൻ്റെ സ്റ്റമ്പിൽ വന്നിട്ട് ഇരുന്നോ, എന്നിട്ട് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ സമയത്ത് ആ ഓൾഡ് മാന് എന്തൊക്കെയായിരിക്കും ഈ മരത്തെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മളവിടെ എഴുതേണ്ടത്. എന്തൊക്കെയായിരിക്കും? ഓ ഗോഡ്, ഹൗ സെൽഫിഷ് ഐ ഹാവ് ബീൻ. എന്താണ് ഞാൻ എത്രത്തോളം സെൽഫിഷാണ്. ദിസ് ട്രീ ഗേവ് മീ എവറിത്തിങ്, ഇറ്റ്സ് ഫ്രൂട്ട്സ്, ബ്രാഞ്ചസ് ആൻഡ് ഇറ്റ്സ് ട്രങ്ക് വിത്തൗട്ട് ആസ്കിങ് എനിത്തിങ് റിട്ടേൺ. എന്താണ് ഈ ട്രീ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് തന്നു, ബ്രാഞ്ചസ് തന്നു, ട്രങ്ക് തന്നു, ഒന്നും എന്നോട് തിരിച്ചു ചോദിക്കാതെ എല്ലാം എനിക്ക് തരികയായിരുന്നു. നൗ ഈവൻ ആസ് എ സ്റ്റംപ് ഇറ്റ് ഓഫേർഡ് എ പ്ലേസ് ടു റെസ്റ്റ്. ഇപ്പം എന്താണ് അതിനാകെ സ്റ്റംപ് മാത്രമേ ഉള്ളൂ, അതും എനിക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ്. ഐ ഫീൽ അഷേംഡ് ഓഫ് ടേക്കിംഗ് എവറിത്തിങ് ആൻഡ് ഗിവിങ് എനിത്തിങ് ബാക്ക്. എന്താണ് ഞാൻ വളരെയധികം ലജ്ജിക്കുകയാണ്. ഇപ്പോൾ എനിക്കൊന്നും തിരിച്ചു കൊടുക്കാനും ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ വളരെയധികം ലജ്ജിക്കുകയാണ്. ഐ മസ്റ്റ് നെവർ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ് സാക്രിഫൈസ് ആൻഡ് ഹെൽപ്പ്. ഞാൻ ഒരിക്കലും ഇതിൻ്റെ ആ ഒരു സാക്രിഫൈസോ ഹെൽപ്പോ ഒന്നും ഞാൻ മറക്കില്ല. ഗോഡ് ഗിവ് മീ ഫോർ മൈ സെൽഫിഷ്നെസ്. എന്താണ് എൻ്റെ ഈ സെൽഫിഷ്നെസ്സിന് നീ എനിക്ക് മാപ്പ് തരൂ എന്ന് ഗോഡിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ ആയിരിക്കും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവുക ആ സമയത്ത് അല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങളിവിടെ സെക്കൻഡ് ആക്ടിവിറ്റി ആയിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് തേർഡ് ആക്ടിവിറ്റിയാണ്. തേർഡ് ആക്ടിവിറ്റി, ഹിയർ ആർ സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ദ ഗിവൺ ട്രീ, റീഅറേഞ്ച് ദ ജംബിൾഡ് സെൻറ്റൻസസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇവിടെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോറിയിൽ ദ ഗിവൺ ട്രീ എന്ന സ്റ്റോറിയിലെ ഇവൻറ്റ്സ് ജംബിൾഡ് ഓർഡറിൽ തന്നിരിക്കുകയാണ്. അത് കറക്റ്റ് ചെയ്തിട്ട് എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? ദ ഓൾഡ് മാൻ റിട്ടേൺസ് ടു ദ ട്രീ നൗ എ സ്റ്റംപ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ആദ്യം ഇതിൽ വരേണ്ടത് ഏതാണ് കൂട്ടുകാരെ? ഫസ്റ്റ് എന്ന് പറയുന്നത് ദ ബോയ് കംസ് ടു പ്ലേ വിത്ത് ദ ട്രീ എവറി ഡേ എന്നുള്ളതാണ് ഫസ്റ്റായിട്ട് വരേണ്ടത്. ഓക്കെ, ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഹി എൻജോയ്സ് ദ ട്രീസ് കമ്പനി ആൻഡ് ലവ്സ് ടു ക്ലൈംബ് അപ്പ് എന്നുള്ളതാണ്. തേർഡ് എന്ന് പറയുന്നത് ആസ് ദ ബോയ് ഗ്രോസ് ഓൾഡർ ഹി വിസിറ്റ് ദ ട്രീസ് ലെസ് ഫ്രീക്വൻ്റ്ലി. ഫോർത്ത് one day he comes and asks the tree for money. Fifth one, the tree gives him some fruits to sell in the city. Sixth one, he needs a house to live in. Seventh one, the tree asks him to cut her branches. Eighth one, years later, the man is in need of a boat to sail away. Ninth one എന്ന് പറയുന്നത് the tree offers its strength to make a boat. 10th one എന്ന് പറയുന്നത് the old man returns to the tree now a stump. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് the tree says please come sit down and take rest. അതാണ് ലാസ്റ്റ് വരേണ്ടത്. അപ്പോൾ ഇതേ ഓർഡറിൽ നിങ്ങൾ ഇത് താഴെ ഒന്ന് എടുത്തെഴുതിയാൽ മാത്രം മതി. ഫോർത്ത് ആക്ടിവിറ്റി, പെർഫോം എ പപ്പറ്റ് ഷോ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ ഗിവിംഗ് ട്രീ. ഈ ഗിവിംഗ് ട്രീ എന്നുള്ള സ്റ്റോറി ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളെടുത്ത് ഒരു പപ്പറ്റ് ഷോ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും കൂടെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം.
ഇനി ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, യൂണിറ്റും കഴിഞ്ഞു. നെക്സ്റ്റ് യൂണിറ്റ് 5ാമത്തെ യൂണിറ്റ് ആണ്, റൂറൽ വൈബ്സ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.